പതിറ്റാണ്ടുകളായി പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്ന ദേവകി അമ്മയെ തേടി പത്മശ്രീ പുരസ്കാരം എത്തുമ്പോൾ മലയാളിക്ക് അഭിമാന നിമിഷം. ആലപ്പുഴ സ്വദേശിയായ കൊല്ലക്കയിൽ ദേവകി അമ്മ ഏക്കർ കണക്കിന് വനമുണ്ടാക്കി പരിസ്ഥിതിയുടെ പ്രാധാന്യം പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. പത്മശ്രീ ആദരത്തിൽ നിറഞ്ഞ സന്തോഷമെന്ന് ദേവകി അമ്മ പറഞ്ഞു. പച്ചപ്പ് വിരിച്ചതിന് എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഇടമാണ് ഭൂമിയെന്ന് നിശബ്ദമായി പറഞ്ഞുവെച്ചതിന് രാജ്യത്തിന്റെ ആദരം. ഇനി പത്മശ്രീ കൊല്ലക്കയിൽ ദേവകിയമ്മ. നമ്മളെ വെച്ച് പിടിപ്പിക്കുന്ന ഏതും ഒന്ന് കിളിച്ച് വരുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് സന്തോഷമല്ലയോ. അങ്ങനെ എൻ്റെ മാനസിക സന്തോഷത്തിനും ഞാൻ നടക്കാൻ പഠിച്ചതും എല്ലാം ഇതിൽ നിന്നാണ്. അങ്ങനെ അത് കൈ നട്ട് നനച്ച് വനമാവണമെന്നൊന്നും ഉദ്ദേശിച്ചില്ല. പക്ഷേ അത് വളർന്നു വന്നപ്പോഴത്തേക്കൊരു വനമായി. അപ്പോൾ വനമില്ലാത്ത ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന് കൈ നട്ട് നനച്ച് ഒരു വനം ഉണ്ടാക്കി കൊടുത്തു. ആലപ്പുഴ മുതുകുളത്ത് 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന തപോവനം എന്ന പേരിൽ വനമുണ്ടാക്കി 300-ലധികം ഔഷധ സസ്യങ്ങളെയും വൻമരങ്ങളെയും ഇവിടെ പരിപാലിക്കുന്നു. 4.5 പതിറ്റാണ്ടിലേറെയായി ഒരു നിബിഡ വനത്തിന്റെ കാവൽക്കാരി. 92-ാം വയസ്സിലും പരിസ്ഥിതിയുടെ പ്രാധാന്യമാണ് ദേവകിയമ്മ പറയുന്നത്. രാജ്യത്തിന്റെ നാരീശക്തി പുരസ്കാര ജേതാവ് കൂടിയാണ് ദേവകിയമ്മ. തപോവനത്തിലേക്ക് ഗവേഷണത്തിനും പഠിക്കാനുമായി വിദ്യാർത്ഥികൾ എന്നും എത്താറുണ്ട്. 40 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു അപകടത്തെ തുടർന്നാണ് ആലപ്പുഴയുടെ വനമുത്തശ്ശിയുടെ ജീവിതം വഴിമാറുന്നത്. വർഷങ്ങളോളം നീണ്ട ദുരിതങ്ങൾക്കൊടുവിൽ വീടിനോട് ചേർന്നുള്ള ഭൂമിയിലേക്ക് അവർ ശ്രദ്ധ തിരിച്ചു. ഒരു ലക്ഷ്യവുമില്ലാതെ ആദ്യത്തെ തൈ നട്ടു. പിന്നീട് ദിവസവും ഒരു തൈ നടുക എന്നത് ദിനചര്യയായി മാറി. ഔഷധ സസ്യങ്ങളും അത്തിമരങ്ങളും മാവും ഞാവലുമെല്ലാം അവിടെ വളർന്നു. മണൽമൂടിയ പ്രദേശം ഇന്ന് വനമായി നിൽക്കുന്നു. എണ്ണമറ്റ പക്ഷികളും ജീവജാലങ്ങളും വളരുന്നു. ആദരവോടെ ഈ ദിനം അവ തലകുനിക്കുന്നുണ്ടാകാം. സ്രഷ്ടാവിന് നമോവാകം. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.